ഇപ്പോൾ ഈ പൂരം വിളംബരമാണ് നടക്കാൻ പോകുന്നത്. പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പൂരത്തിന് തുടക്കം കുറിക്കുന്ന ഒന്നാണ് പൂരം വിളംബരം എന്ന് പറയുന്നത്. കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിൽ എഴുന്നള്ളി വന്ന് പിന്നീട് ഈ തെക്ക് ഗോപുരം വഴി പുറത്തേക്ക് ഇറങ്ങുന്നതാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. ഇതോടുകൂടി തന്നെ പൂരം വിളംബരം നടക്കും. അതിനുശേഷമാണ് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരം ആഘോഷങ്ങൾക്ക് തുടക്കമാവുക. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. രാവിലെ തന്നെ 8:15 ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. അതിനുശേഷം മണികണ്ഠനാലിലെത്തി അവിടെ നിന്നും മേളത്തിൻ്റെ അകമ്പടിയോടെ ശ്രീമൂലസ്ഥാനത്തെത്തും. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമ്മളിപ്പോൾ കടന്ന തെക്കേ ഗോപുരനടയുടെ ആ ഒരു ദൃശ്യം കാണാം. ഈ തെക്കേ ഗോപുരനടയുടെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണ മാത്രമാണ് ഈ തെക്കേ ഗോപുരനട തുറക്കുക. ഒന്ന് മഹാശിവരാത്രി ദിവസവും മറ്റൊന്ന് ഈ പൂരത്തിൻ്റെ തലേ ദിവസവും പൂരത്തിന് വിളംബരം നൽകുന്നതിന് വേണ്ടി ഈ തെക്കേ ഗോപുരനട തുറക്കും. ഈ തെക്കേ ഗോപുരനട വിളംബരം ചെയ്യാനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ അത് തുറക്കാനുള്ള അവകാശം നെയ്തലക്കാവ് ഭഗവതിക്കാണ്. നെയ്തലക്കാവ് ഭഗവതി ഇന്നിപ്പോൾ രാവിലെ 8:15 തന്നെ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് ഈ ഒരു തെക്കേ ഗോപുരനട തുറക്കുക എന്നുള്ളത്. ഈ തെക്കേ ഗോപുരനട ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നും പുറത്തേക്ക് വന്ന് തുറക്കും. ഇതോടെ പൂര വിളംബരം ആവുകയും ചെയ്യും. അതിനുശേഷം നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റിയ എറണാകുളം ശിവകുമാർ ആന അത് പടിഞ്ഞാറൻ നടയിൽ ശ്രീമൂല സ്ഥാനത്തിന് സമീപത്ത് നിലപാട് തറയിൽ പൂര വിളംബരം നിർവഹിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ചടങ്ങ് എന്ന് പറയുന്നത്. അതൊരു വലിയ രീതിയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഗ്രാമ പ്രദക്ഷിണത്തോടെയാണ് വടക്കേ പ്രദക്ഷിണ വഴിയിലെത്തിയ നെയ്തലക്കാവിലമ്മ ഈ പ്രദക്ഷിണം വെച്ച് നായ്ക്കനാലിലെത്തി. അവിടെ നിന്നും പൂരത്തിൻ്റെ ആദ്യ പാണ്ടി തുടങ്ങും. പിന്നീട് ശ്രീമൂല സ്ഥാനത്ത് എത്തുമ്പോൾ പിന്നീട് ത്രിപുടയാവുമായും ഈ ത്രിപുടയോടെ ചുറ്റമ്പലത്തിൽ കടന്ന ഈ നെയ്തലക്കാവിലമ്മ പിന്നെ വടക്കുംനാഥന് പ്രദക്ഷിണം വെച്ചാണ് തെക്കേ ഗോപുരത്തിൽ എത്തുന്നത്. എന്തായാലും ആചാരപ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പൂര വിളംബരം എന്ന് പറയുന്നത്. ഇതോടെ ഇനി വരുന്ന 36 മണിക്കൂർ നീളുന്ന പൂരം തൃശ്ശൂർ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് തുടക്കമാവുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ തെക്കേ ഗോപുരനട തുറക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നെയ്തലക്കാവിൽ അമ്മ ഈ നെയ്തലക്കാവ് ഭഗവതിയെ തിടമ്പേറ്റിയ ഈ എറണാകുളം ശിവകുമാർ ആന അത് അകത്തു നിന്നും ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ പ്രദക്ഷിണം വയ്ക്കുകയാണ്. അതിനുശേഷം ഈ ഒരു തെക്കേ ഗോപുരനട ഉള്ളിൽ നിന്നും പുറത്തേക്ക് തുറന്നുകൊണ്ട് ഈ പൂരത്തിന് വിളംബരം അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ തെക്കേ ഗോപുരനട തുറക്കും. ഇപ്പോൾ ഈ നെയ്തലക്കാവ് ഭഗവതി അകത്ത് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം വെച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ്. അതിനുശേഷം അല്പസമയത്തിന് തന്നെ തെക്കേ ഗോപുരനട തുറക്കും. ഇതോടുകൂടി തന്നെ പൂരം ആവേശത്തിന് വലിയ തുടക്കമാകുകയാണ്. ഇനി വരുന്ന 36 മണിക്കൂർ പൂരം ആവേശത്തിലായിരിക്കും ഇനി തൃശ്ശൂർ ഉള്ളത്. ഈ പൂരനഗരിക്ക് വിളംബരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ നഗരത്തിലെ ഈ ഒരു പൂരനഗരിയിലേക്ക് വിളംബരത്തിൻ്റെ ഭാഗമായി തെക്കേ ഗോപുരനട അല്പസമയത്തിന് തുറക്കും. തള്ളിത്തുറക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിയ കൊമ്പൻ ഇതാ ഗോപുരനട തുറന്നിരിക്കുന്നു. ഇനി പൂരം ഔപചാരികമായി ആരംഭിച്ചു എന്ന് പറയാവുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്.
തെക്കേ ഗോപുര നട തള്ളി തുറന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. അതോടെ പൂരത്തിന്റെ ഔപചാരികമായ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. നടരാജ് പരശുറാം ചേരും. നടരാജ്, ഇനി എന്തൊക്കെയാണ് ചടങ്ങുകൾ? അജിത്ത്, പൂര വിളംബര ചടങ്ങ് ആവുകയാണ്. തെക്കേർ ഗോപുര നട തള്ളി തുറന്നുകൊണ്ട് നെയ്തലക്കാവ് ഭഗവതി എത്തിക്കഴിഞ്ഞു. വലിയ പുരുഷാരം തന്നെ വലിയ ആഘോഷമാക്കിക്കൊണ്ട് ഈ പൂര വിളംബര ചടങ്ങ് ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി അല്പസമയത്തിന് ശേഷം കൊമ്പൻ അവിടെ നിന്നും ഇറങ്ങിയ ശേഷം നിലപാട് തറയിലെത്തും. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള നിലപാട് തറയിലെത്തി ശംഖൂതുന്നതോടുകൂടി 3 തവണ ശംഖൂതുന്നതോടുകൂടി പൂര വിളംബരം പൂർത്തിയാകും. ഇപ്പോൾ പൂര വിളംബരത്തിന് തെക്കേ ഗോപുര നട തള്ളി തുറന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വലിയൊരു പുരുഷാരത്തിന്റെ ഇത് കാണാനും ആസ്വദിക്കാൻ തൃശൂർ നഗരത്തിൽ രാവിലെ മുതൽ എത്തിയിരുന്നു. അവരുടെ പതിവിൽ എറണാകുളം ശിവകുമാർ കൊമ്പൻ ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നഗരമനോഹരമായ ഒരു കാഴ്ചയായാണ് ഇത് ഏവരും കരുതുന്നത്. പൂരപ്രേമികൾ വിശേഷിച്ചും ഇത് കാണാനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്താറുണ്ട്. അത്രയധികം വർണ്ണമനോഹരമായ ഒരു കാഴ്ചയായാണ് ഇത് കരുതപ്പെടുന്നത്. വളരെ അതിപുരാതനമായ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള തെക്കേ ഗോപുര നട തുറന്നുകൊണ്ടുള്ള വരവ് ഇതിനായി ഒരു വലിയ ജനത തന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇനി പൂരത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ഈ തെക്കേ ഗോപുര നടയിലൂടെ വേണം നാളെ ഘടകപൂരങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് വരാൻ. അതിനുവേണ്ടിയാണ് നെയ്തലക്കാവിലും ഈ ഗോപുര നട തുറന്നെടുത്തത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള ആഘോഷമായി തന്നെ വിളംബര ചടങ്ങ് നടന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം നെയ്തലക്കാവ് ഭഗവതി നിലപാട് തറയിലെത്തി ശംഖൂതുന്നതോടുകൂടി പൂര വിളംബര ചടങ്ങ് പൂർത്തിയാക്കും. പിന്നെ നാളെ രാവിലെ ഘടകപൂരങ്ങൾ വരാനുള്ള കാത്തിരിപ്പാണ്.